പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന് നാടിന്റെ യാത്രാമൊഴി. ചങ്ങമ്പുഴ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങിയാണ് രാമചന്ദ്രൻ മടങ്ങിയത്. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, സ്വാമി അനഘാമൃതാനന്ദപുരി, ജഗ്ഗുസ്വാമി എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ഗവർണറും ജനപ്രതിനിധികളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകളുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങിയാണ് എൻ രാമചന്ദ്രൻ വിടവാങ്ങിയത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു. ഇടപ്പള്ളി ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മരണസമയത്ത് രാമചന്ദ്രനൊപ്പമുണ്ടായിരുന്ന മകൾ ആരതിയും മകൻ അരവിന്ദ്, ഭാര്യ ഷീല എന്നിവർ രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ പ്രാർത്ഥനാപൂർവ്വം ആദരമർപ്പിച്ചത് കണ്ടുനിന്നവരുടെ കണ്ണുകളെപ്പോലും ഈറനാക്കി. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, സ്വാമി അനഘാമൃതാനന്ദപുരി, ജഗ്ഗുസ്വാമി എന്നിവർ രാമചന്ദ്രന് അന്തിമോപചാരമർപ്പിച്ചു. പേരക്കുട്ടികളുടെ അവധിക്കാലം ആഘോഷിക്കാനാണ് ഭാര്യ ഷീലയ്ക്കും മകൾ ആരതിക്കുമൊപ്പം രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പോയത്. ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ സജീവ BJP പ്രവർത്തകനായിരുന്നു. ഭീകരതയ്ക്കെതിരായ മുദ്രാവാക്യങ്ങളോടെയാണ് നാട് രാമചന്ദ്രന് വിട നൽകിയത്. അമൃത ന്യൂസ്, കൊച്ചി.